أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولكم في القصاص حياة يا أولي الألباب لعلكم تتقون. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ ബഖറയിലെ 180-ാമത്തെ ആയത്താണ് നിങ്ങളിപ്പോൾ ശ്രവിച്ചത്. ഈ ആയത്തിൻ്റെ അർത്ഥം ഇപ്രകാരമാണ്: ബുദ്ധിമാന്മാരെ, പ്രതിക്രിയാ നിയമത്തിൽ നിങ്ങൾക്ക് ജീവിതമുണ്ട്. ഇതാകട്ടെ നിങ്ങൾ രക്ഷപ്പെടുന്നതിനു വേണ്ടിയാകുന്നു. സയ്യിദിന ഹദറത്ത് മുസ്ലിം മൗഊദ് റളിയല്ലാഹു അൻഹു ഈ ആയത്തിൻ്റെ തഫ്സീറിൽ പറയുന്നു: ബുദ്ധിമാന്മാരെ, കിസാസിൽ, അതായത് പ്രതിക്രിയാ നിയമത്തിൽ നിങ്ങൾക്ക് ജീവിതമുണ്ട്. ഇത് ഒരിക്കലും ഉപേക്ഷിക്കരുത്. ഇവിടെ ഒരു ചോദ്യമുയരുന്നത്, കൊല്ലപ്പെട്ടവൻ മരിച്ചുപോയി, ഇനി കൊലയാളിയെ വധിച്ചതുകൊണ്ട് മരണപ്പെട്ടവൻ തിരിച്ചു വരാൻ പോകുന്നില്ല. പിന്നെ എങ്ങനെയാണ് കിസാസിൽ ജീവിതമുണ്ട് എന്ന് പറയുന്നത്? ഇതിന് മറുപടിയായി ഹുസൂർ പറയുന്നു: ഓർക്കുക, കൊലയാളിയെ വധിക്കുന്നില്ലെങ്കിൽ അവൻ നാളെ മറ്റൊരാളെയും മറ്റന്നാൾ വേറൊരാളെയും വധിക്കുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് കിസാസിൽ ജീവിതമുണ്ട് എന്ന് പറഞ്ഞത്. അതായത് കൊലയാളിയോട് പകരം വീട്ടുന്നില്ലെങ്കിൽ അവൻ മറ്റുള്ളവരുടെ ജീവിതം കൂടി നശിപ്പിക്കുവാൻ സാധ്യതയുണ്ട്. എന്നാൽ കൊലയാളിക്ക് വധശിക്ഷ നൽകുകയാണെങ്കിൽ ഭാവിയിൽ കൊലപാതകങ്ങൾ കുറയുകയും അങ്ങനെ പലരുടെയും ജീവൻ രക്ഷപ്പെടുകയും ചെയ്യും. അതുകൊണ്ടാണ് കിസാസിൽ, അതായത് പ്രതിക്രിയാ നിയമത്തിൽ ജീവിതമുണ്ടെന്ന് പറഞ്ഞത്. ഇനി മറ്റൊരു രീതിയിൽ നോക്കുകയാണെങ്കിൽ മനസ്സിലാക്കാം, അതായത് ഇനി കൊലയാളിക്ക് ശിക്ഷ നൽകുമ്പോൾ വധിക്കപ്പെട്ടവൻ്റെ ബന്ധുക്കൾക്ക് ഒരു സമാധാനവും ആശ്വാസവും കിട്ടുന്നു. അവരുടെ ഹൃദയങ്ങളിൽ നിന്ന് കൊലപാതകിയോടുള്ള പകയും വിദ്വേഷവും ഇല്ലാതാവുകയും ചെയ്യുന്നു. മാത്രവുമല്ല, അതിലൂടെ മരണപ്പെട്ടവൻ്റെ അന്തസ്സും നിലനിൽക്കുന്നു. ഇനി കൊലയാളി ശിക്ഷിക്കപ്പെടാതിരിക്കുമ്പോൾ ബന്ധുക്കൾ തങ്ങൾ അപമാനിതരായി എന്ന് കരുതുകയും മരണപ്പെട്ടവൻ്റെ അന്തസ്സ് നഷ്ടപ്പെട്ടു എന്ന് കരുതുകയും ചെയ്യുന്നു. എന്നാൽ പ്രതിക്രിയാ നിയമം നടപ്പിലാക്കുന്നതിലൂടെ മരണപ്പെട്ടവൻ്റെ അന്തസ്സും നിലനിൽക്കുന്നു. തുടർന്ന് ഹുസൂർ പറയുന്നു: എൻ്റെ അഭിപ്രായത്തിൽ ഈ ആയത്തിൽ വരാനിരിക്കുന്ന കാലത്തെക്കുറിച്ച് സംബന്ധിച്ചും ഒരു പ്രവചനം അടങ്ങിയിരിക്കുന്നു. അതായത് അറബികൾ പൊതുവിൽ കിസാസിൻ്റെ കാര്യത്തിൽ കണിശക്കാരായിരുന്നു. അവർ പിതാവ് കൊല്ലപ്പെട്ടാൽ കൊലയാളിയുടെ പേരക്കുട്ടിയോട് പോലും അവർ പകരം വീട്ടാറുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ നിർദ്ദേശം അവർക്ക് വേണ്ടിയുള്ളത് മാത്രമല്ല, മറിച്ച് ഇത് വരാനിരിക്കുന്ന ഒരു കാലത്തേക്കുള്ളൊരു പ്രവചനം കൂടിയാണ്. അതായത് ഒരു കാലം വരുമെന്നും അന്ന് നിങ്ങൾ ഈ അധ്യാപനത്തിൽ ഉറച്ചു നിൽക്കണമെന്നുമാണ് ഇതിൽ സൂചിപ്പിക്കുന്നത്. നോക്കുക, ഇന്ന് ചില യൂറോപ്യൻ രാജ്യങ്ങളിൽ വധശിക്ഷ പോലെയുള്ള ശിക്ഷകളെ ഇല്ലാതാക്കണമെന്നുള്ള പ്രസ്താവനകൾ ഉയർന്നു വരുന്നു. അതിനാലാണ് അള്ളാഹു പറയുന്നത്, ബുദ്ധിമാന്മാരെ, ഇത്തരം പ്രസ്താവനകളെ ഒരിക്കലും സ്വീകരിക്കരുത്. അല്ലാത്ത പക്ഷം സമൂഹത്തിൽ വലിയ കുഴപ്പങ്ങളുണ്ടാവുകയും നിങ്ങളുടെ ജീവന് യാതൊരു വിലയുമില്ലാത്ത അവസ്ഥയും വരികയും ചെയ്യും. അതിനുശേഷം ഈ ആയത്തിൻ്റെ അവസാനത്തിൽ ലഅല്ലക്കും തത്തക്കൂൻ എന്ന് ചേർത്തതിലൂടെ അള്ളാഹു സൂചിപ്പിക്കുന്നത്, ഈ കൽപ്പനകൾ നിങ്ങൾക്ക് തന്നത് നിങ്ങൾ മരണത്തിൽ നിന്ന് രക്ഷപ്പെടാനും പ്രതിക്രിയയിലൂടെ ലഭിച്ച ജീവിതം നിലനിർത്താനുമാണ്. ഇനി നിങ്ങൾ പ്രതിക്രിയ ഉപേക്ഷിച്ചാൽ അതിൻ്റെ ഫലമായി നിങ്ങളുടെ സംസ്കാരം തകരാറിലാവുകയും ജീവനും സ്വത്തും സുരക്ഷിതമല്ലാത്ത അവസ്ഥയും ഉണ്ടാവുകയും ചെയ്യും. ഹുസൂർ തുടർന്ന് പറയുന്നു: ഇതുകൂടാതെ ലഅല്ലക്കും തത്തക്കൂൻ എന്നതിന് അള്ളാഹു എനിക്ക് മനസ്സിലാക്കി തന്ന മറ്റൊരർത്ഥം കൂടിയുണ്ട്. അതായത് ഈ പദങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്, നിങ്ങൾക്ക് ജീവിതം നൽകപ്പെട്ടിരിക്കുന്നത് നിങ്ങൾ കൂടുതലായി തഖ്വ കൈവരിക്കുന്നതിന് വേണ്ടിയാണ്, ഭയഭക്തി കൈവരിക്കുന്നതിന് വേണ്ടിയാണ്. ചുരുക്കത്തിൽ അനാവശ്യമായി ജീവിതം നശിപ്പിച്ച് കളയരുത്. കാരണം ഈ ലോകം കർമ്മങ്ങൾക്കുള്ള കൃഷിയിടമാണ്. ഈ ലോകത്ത് ജീവിക്കുന്നതിലൂടെയാണ് ഒരാൾക്ക് പരലോകത്തേക്കുള്ള വിഭവങ്ങൾ ശേഖരിക്കുവാൻ സാധിക്കുക.
അതുകൊണ്ട് തന്നെ തഖ്വ സ്വായത്തമാക്കുവാൻ ഈ ജീവിതത്തെ സംരക്ഷിച്ചു വെക്കേണ്ടതും അനിവാര്യമാണ്. വാഹിർ ദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.